Hey guys, നമ്മളിപ്പോൾ ഉള്ളത് മനോഹരമായ ജയ്പൂരിലെ നീംറാന ഫോർട്ട് പാലസിലാണ്. എൻ്റെ ബാക്കിൽ ഫുൾ ജയ്പൂർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഞാൻ എന്തിനാണ് ഇപ്പോൾ ജയ്പൂരിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ വേറൊന്നിനുമല്ല, രണ്ട് പുതിയ സ്മാർട്ട് ഫോൺസ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വെൽ, സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ജയ്പൂർ വരെ വന്നു എന്ന് ചോദിച്ചാൽ ഫോട്ടോ. സോ ആ രണ്ട് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്നല്ലേ? ഒന്ന് ഓപ്പോ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്പോ റെനോ 10 പ്രോ പ്ലസ് 5G ആൻഡ് രണ്ടാമത്തത് ഓപ്പോയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഓപ്പോ റെനോ 10 പ്രോ. സോ ഇത്തരത്തിലുള്ള ബോക്സിലാണ് രണ്ട് സ്മാർട്ട് ഫോൺസ് വന്നിരിക്കുന്നത്. സോ ഏറ്റവും ആദ്യം നമുക്ക് ഓപ്പോ റെനോ 10 പ്രോ പ്ലസിനെ പറ്റി സംസാരിക്കാം. സോ ഇതാണ് ഓപ്പോ റെനോ 10 പ്രോ പ്ലസ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പേപ്പർ വർക്ക്സും TPU കേസും തന്നിട്ടുണ്ട്. അടിയിലായിട്ട് സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. കൂടാതെ 100 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് USB Type-C കേബിളും കൂടെ ലഭിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ടും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. സോ ഇത്തവണ അവർ വളരെ വലിയ ക്യാമറ മൊഡ്യൂളിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ആൻഡ് പ്രൈമറി ഫോക്കസ് ഇപ്രാവശ്യം ഈ കാണുന്ന ടെലിഫോട്ടോ ക്യാമറയിലാണ് വന്നിരിക്കുന്നത്. വിശദമായിട്ട് ടെലിഫോട്ടോ ക്യാമറയെക്കുറിച്ച് പറയാം. എന്തായാലും ഒരു കർവ്ഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോൺ, അതേപോലെ USB Type-C പോർട്ട്, അതേപോലെ സ്പീക്കർ ഗ്രില്ലുണ്ട് ആൻഡ് നമ്മുടെ സിം ട്രേ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നുമില്ല, പക്ഷേ വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ആൻഡ് മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി സ്പീക്കറിന് ഹോൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് IR ബ്ലാസ്റ്റർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ഒരു ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടോട്ടലി റൗണ്ടഡ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ്. കൈ പിടിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ ഉണ്ട്. സോ ഓഫ് കോഴ്സ് നമുക്ക് ക്യാമറ സെഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെ അൾട്രാ ക്ലിയർ മെയിൻ ക്യാമറയാണ്. ആൻഡ് ഈ ഒരു ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ HDR ബാലൻസിങ് ആയിക്കോട്ടെ, ഔട്ട്ഡോർ ഫോട്ടോസ് ആയിക്കോട്ടെ, ഞാൻ കുറേ അധികം ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും എത്രത്തോളം ഓപ്പോ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാമറ സെക്ഷനിൽ നിന്ന്. പിന്നെ ഉള്ളതാണ് നമ്മുടെ 64 മെഗാ പിക്സലിൻ്റെ ടെലി ഫോട്ടോ ക്യാമറ. ആൻഡ് ഇതൊരു പെരിസ്കോപ്പിക് ക്യാമറയാണ്. ഏറ്റവും ആദ്യമായിട്ടാണ് 64 മെഗാ പിക്സലിൽ ഒരു സ്മാർട്ട് ഫോണിൽ ടെലിഫോട്ടോ ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ ഫോട്ടോ സാമ്പിൾസ് കണ്ടാൽ മനസ്സിലാവും. നോർമലി 1x നമ്മൾ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസിൽ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ദൂരെ പോലെ തോന്നും. അതുപോലെ ഫേസിൻ്റെ ഷേപ്പ് ഭയങ്കര ചെറുതായിട്ട് തോന്നും. എന്നാൽ നമ്മൾ ടെലിഫോട്ടോ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള 3x ആണല്ലോ ഇതിനകത്ത്. 3x സൂം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എന്താണോ ഷേപ്പ് ആ ഒരു ഷേപ്പ് വരും. പ്ലസ് ബാക്ക്ഗ്രൗണ്ട് അത്ര ദൂരെയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ആ ഒരു സ്ഥലത്തുള്ള പോലെ തോന്നും നമ്മൾ ആ ഫോട്ടോസ് കാണുമ്പോൾ. എന്തായാലും കുറേയധികം പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ സാമ്പിൾസ് ഒക്കെ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. എന്തായാലും പ്രൈമറി ക്യാമറയിലും ടെലിഫോട്ടോ ക്യാമറയിലും നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും ലൊക്കേഷൻ വളരെയധികം അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ കുറേയധികം ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. സോ ക്യാമറ വൈസ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെലിഫോട്ടോ സെക്ഷനിൽ നല്ല രീതിയിൽ ഓപ്പോ റെനോ സീരീസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ചും എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ബൊക്കെ കൊടുക്കുന്ന രീതിക്കായിക്കോട്ടെ, അതേപോലെ ലൈറ്റ്സ് വരുന്ന സമയത്ത് ഫുൾ ഒരു ബ്ലോബ് പോലെ കാണിക്കാതെ ആക്ച്വലി ആ ലൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി ആയിക്കോട്ടെ, മൊത്തത്തിൽ ഓവറോൾ എനിക്ക് ടെലിഫോട്ടോ ക്യാമറയുടെ പെർഫോമൻസിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഉള്ളത് ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. അൾട്രാ വൈഡ് ക്യാമറയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ പ്രൈമറി ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു അൾട്രാ വൈഡിൻ്റെ ക്യാമറയുടെ ആ ഒരു കളറും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. എന്തായാലും പൊതുവേ ഓപ്പോ റെനോ സീരീസിൽ നൈറ്റ് ഫോട്ടോസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. എന്തായാലും ഇക്കൊല്ലവും നൈറ്റ് ഫോട്ടോസിൽ കോംപ്രമൈസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നൈറ്റ് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നൈറ്റ് ഫോട്ടോസാണ്. പ്രൈമറി ക്യാമറയിൽ ഒന്നും പറയാനില്ല, കിഡിലനായിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ അഥവാ അൾട്രാ വൈഡ് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രൈമറി ക്യാമറയിൽ നിന്നുള്ളൊരു കളർ വ്യത്യാസം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അൾട്രാ വൈഡും കാഴ്ചവെക്കുന്നത്. എന്തായാലും ക്യാമറ എടുത്ത് നമുക്ക് 4K സൂപ്പർ നൈറ്റ് വീഡിയോ മോഡ് കിട്ടുന്നുണ്ട്. സോ നൈറ്റ് ടൈമിലൊക്കെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് വളരെ നല്ല ക്രിസ്പായിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു ജയ്പൂർ സിറ്റി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. സോ ഈ ഒരു വീഡിയോ ഓപ്പോ റെനോ 10 പ്രോ പ്ലസിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ക്യാമറ ക്വാളിറ്റി ആയിരിക്കും ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും. ക്യാമറയ്ക്ക് ശേഷം ഈ സ്മാർട്ട് ഫോണിൽ സംസാരിക്കേണ്ട ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു 3D കർവ്ഡ് 120 ഹെർട്സിൻ്റെ പോലെ ഡിസ്പ്ലേ ആണ്. ഇത് LTPO ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് 1100 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ 1400 നിറ്റ്സിൻ്റെ
HDR ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഔട്ട്ഡോർ കണ്ടീഷൻസിലൊക്കെ നല്ല വിസിബിലിറ്റി തരുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രീമിയംനെസ് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും. ഇവിടെ ഞാൻ സ്റ്റെപ്പ് കയറി തളർന്നു ഗൈസ്. എന്നാലും ഇനി കുറച്ച് നേരം നിങ്ങൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കൂ. സോ ഓവറോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. ഇത് കണ്ടു, ഇതൊരു ഫോർട്ടാണ്. ഈ ഫോർട്ടിനകത്ത് എവിടെ എങ്ങനെയാണ് പോകുന്നതെന്നൊരു പിടിയില്ല. ഞാൻ കുറേ നേരം എൻ്റെ റൂമിലേക്കുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുവാണ്, കിട്ടുന്നില്ല ഗൈസ്. നിങ്ങളിത് കണ്ടോ, ഇതൊരു ആംഫി തിയേറ്ററാണ്. ഇതിൻ്റെ മുകളിൽ എവിടെയോ ആയിട്ടാണ് നമ്മുടെ മുറി വരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ മുറി കണ്ടുപിടിക്കാം. കമ്മിങ് ടു പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ 8 Gen 1 നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞു കാണും 8 Gen 1 കുറച്ച് കഴിയുമ്പോൾ പെർഫോമൻസ് കുറയുന്നുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് TSMCയുടെ ഫൗണ്ടറിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് 8+ Gen 1. ആ ഒരു 8+ Gen 1 തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് Android 13-ലാണ്. ആൻഡ് കളർ വോയിസിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലൂയിഡ് ആയിട്ടുള്ള വോയിസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ബ്ലോട്ട് വേവ്സ് അതേപോലെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും കളർ വോയിസ് കണ്ട ഒരു പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ നിങ്ങൾ മെസ്സേജൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതൊന്ന് പിക്സലേറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അതിൽ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബ്ലർ ആക്കാനായിട്ടുള്ളൊരു ഫീച്ചർ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോ പിക്സലേറ്റ് എന്നാണ് ആ ഒരു ഫീച്ചറിൻ്റെ പേര്. പിന്നെ ഇതിനകത്ത് അവർ പുതിയ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കൂളിങ്ങിൻ്റെ കാര്യം അഥവാ ഫോൺ ഹീറ്റ് ആവുന്ന കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഒരു മരുഭൂമിയുള്ള സ്ഥലം അഥവാ രാജസ്ഥാനിൽ വന്നിട്ടാണോ ബ്രോ ചൂടിനെ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രിയൊക്കെ ഉള്ളൂ. പക്ഷേ ഹ്യൂമിഡിറ്റി ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളിരുന്ന് വേർക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനെങ്ങനെ താഴേക്ക് പോകുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ പോയി ആ ഒരു ഏരിയയിൽ പോയിട്ട് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അവിടെ കണ്ടില്ലേ മറ്റേ ക്യാനോണൊക്കെ വെച്ചിട്ടുണ്ട്. ആംഗ്രി ബേർഡ്സിൻ്റെ പേര്, ആംഗ്രി ബേർഡ്സിലല്ലോ. എന്തായാലും ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ 4700 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 27 മിനിറ്റിൽ ഫുൾ ചാർജ് ആവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ചാർജ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട്. സൂപ്പർ വൂക്ക് എസ് പവർ മാനേജ്മെൻറ്റ് ചിപ്പ് ഇതിനകത്തുണ്ട്. ഓപ്പോയുടെ ഏറ്റവും ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പവർ മാനേജ്മെൻറ്റ് ചിപ്പാണ്. 6 ഫംഗ്ഷൻസ് ഒരൊറ്റ ചിപ്പിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 32 മെഗാ പിക്സലിൻ്റെ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ സെൽഫീസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗൈസ്, ഞാൻ സ്റ്റെപ്പ് കയറി മടുത്തു. അമ്മേ, ചൂട് പോരാത്തിന് ഒരുപാട് സ്റ്റെപ്പ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള വഴികൾ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാർഡിയോ സെഷനൊന്നും ചെയ്യേണ്ട, ഇവിടെ വന്ന് ജസ്റ്റ് റൂം കണ്ടുപിടിക്കാൻ നടന്നാൽ മതി. പകുതി മുക്കാൽ കാർഡിയോ നിങ്ങളുടെ സെറ്റാവും. എന്തായാലും റാം ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 12 GB റാം ഉണ്ട്, പ്ലസ് 4 GB നിങ്ങൾക്ക് റാം എക്സ്പാൻഷൻ വഴി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 256 GB സ്റ്റോറേജ് ആണ് ഇതിനകത്തുള്ളത്. ഇനി ഇതാണ് നമ്മുടെ OPPO Reno10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. പ്രൈമറി ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആ പെരിസ്കോപ്പ് ക്യാമറ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾ സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യമായിക്കോട്ടെ 120 Hz ആ ഒരു സെയിം 3D കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അൾട്രാ ക്ലിയർ പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടാനായിട്ട് 32 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് തന്നെയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഞാൻ സാമ്പിൾസ് എല്ലാം കാണിച്ചു തരാം. 4600 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് 80 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സൂപ്പർ വൂക്ക് എസിന്റെ പവർ മാനേജ്മെന്റ് ചിപ്പ് ലഭിക്കുന്നുണ്ട്. ആൻഡ് 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറോളം ഗെയിം ചെയ്യാനായിട്ട് പറ്റും എന്നും TUV റൈലാൻഡിന്റെ ടെസ്റ്റിൽ പറയുന്നു. കൂടാതെ ഓപ്പോയുടെ അൾട്രാ കണ്ടക്റ്റീവ് കൂളിംഗ് സിസ്റ്റവും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്തുണ്ട്. സോ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഹീറ്റിംഗിന്റെ ഇഷ്യൂ വരില്ല. പക്ഷെ പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് വ്യത്യാസം വരും. കാരണം സ്നാപ്ഡ്രാഗണിന്റെ 778G 5G ചിപ്സെറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റും കൂടെയാണ്. അല്ലാതെ കാര്യമായിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ റൂം.
ഈ റൂമിൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആക്ച്വലി അത് ക്യാമറയിൽ എടുത്തിട്ടുണ്ടായി, ഫോട്ടോ സാമ്പിൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇതല്ല, ഈ ഫോർട്ടിൻ്റെ ഒരു കിടിലം വ്യൂ കാണാനായിട്ട് പറ്റും. ദേ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ ഒരു ഫോർട്ടിൻ്റെ. ഇതിനകത്ത് ഡൈനാമിക് കമ്പ്യൂട്ടിംഗ് എഞ്ചിൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം 40-ൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതായിരുന്നു OPPO Reno10 Pro Plusൻ്റെയും OPPO Reno10 Proയുടെയും അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ. സോ നിങ്ങൾക്ക് ഈ രണ്ട് ഡിവൈസുകളെ പറ്റി എന്താണ് തോന്നുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.